ഹലോ എവരി വൺ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആന്റി ഗ്രേ ഹെയർ സീറംസ്. ആന്റി ഗ്രേ ഹെയർ സീറംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നരച്ച മുടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലേക്ക് റിവേഴ്സ് ആകുന്ന രീതിയിലുള്ള ഹെയർ സിറംസ് ആണ്. ഹെയർ ഡൈ ഇല്ലാതെ നിങ്ങളുടെ മുടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലേക്ക് മാറും എന്ന രീതിയിലാണ് ഈ ആന്റി ഗ്രേ ഹെയർ സീറംസിന്റെ പരസ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ആന്റി ഗ്രേ ഹെയർ സീറംസ് എത്രത്തോളം വർക്കൗട്ട് ആണ്, ആരിലൊക്കെ ഇത് വർക്കൗട്ട് ആകും, അതുപോലെ നല്ല കുറച്ച് ആന്റി ഗ്രേ ഹെയർ സീറംസ് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആദ്യം തന്നെ മുടി നരയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പറയാം. നമ്മുടെ മുടിക്ക് സ്വാഭാവികമായ കറുത്ത നിറം നൽകുന്നതിന് കാരണം മെലാനിൻ എന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ മെലാനിൻ പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രത്യേക കോശങ്ങളുണ്ട്, അവയാണ് മെലനോസൈറ്റ്സ്. ഈ മെലനോസൈറ്റ്സിന് എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സോ ഡാമേജോ സംഭവിക്കുമ്പോൾ മെലനോസൈറ്റ്സ് മെലാനിൻ എന്ന പിഗ്മെന്റ് ഉണ്ടാക്കുന്നത് നിർത്തും. അങ്ങനെ നിർത്തുന്ന സമയത്താണ് നമ്മുടെ മുടിയുടെ സ്വാഭാവികമായ കറുത്ത നിറം മാറിയിട്ട് പിന്നീട് അതൊരു വൈറ്റ് കളറിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലേക്കൊക്കെ മാറുന്നത്. ഇങ്ങനെ ഗ്രേ ഹെയർ വരാനുള്ള കാരണം പലതായിരിക്കാം. ഒന്നാമത്തേത് പാരമ്പര്യമായിട്ട് മുടി പെട്ടെന്ന് നരയ്ക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഗ്രേയിങ് ഉണ്ടാകും. രണ്ടാമതായി ഒരു പ്രായം എത്തുമ്പോൾ നമ്മളുടെ മെലനോസൈറ്റ്സ് ഒക്കെ കുറച്ച് സ്ലോ ആകും. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്ലോ ആയതുകൊണ്ട് മെലാനിൻ പ്രൊഡക്ഷൻ ക്രമേണ കുറയും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുടിയുടെ സ്വാഭാവികമായ ഒരു ഏജ് ഉണ്ടാവും. ഓരോ ഹെയർ സ്ട്രാൻഡിനും ഒരു ഏജ് ഉണ്ടാവും. ആ ഏജ് ആവുമ്പോൾ ചില ആളുകളിൽ മുടി അറ്റത്തൊക്കെ നരച്ചു വരുന്നതായിട്ട് കാണാറുണ്ട്. അതിന് കാരണം മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഏജിങ് ആണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാലും മുടി ഗ്രേ ഹെയർ ആകും. അതുപോലെ ന്യൂട്രീഷൻ, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ മുടി ഏർലി ഗ്രേയിങ്ങിലേക്ക് പോകും. ഇതൊക്കെയാണ് ഗ്രേ ഹെയർ വരാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ. ഇനി ആന്റി ഗ്രേ ഹെയർ സിറംസ് എടുക്കാം. ആന്റി ഗ്രേ ഹെയർ സിറംസിൽ അടങ്ങിയിട്ടുള്ള കോപ്പർ, പെപ്റ്റൈഡ്സ്, അസറ്റൈൽ തൈറോസിൻ, ചില നാച്ചുറൽ ആയിട്ടുള്ള ബൊട്ടാണിക്കൽ എക്സ്ട്രാക്ട്സ്, ആന്റി ഓക്സിഡൻസ്, ഇതെല്ലാം തന്നെ ഗ്രേ ഹെയർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്ന് ചില പഠനങ്ങളിലൊക്കെ തെളിയിക്കുന്നുണ്ട്. ഇനി ഈ ആന്റി ഗ്രേ ഹെയർ സിറംസ് ആരിലൊക്കെയാണ് വർക്കൗട്ട് ആവുക എന്ന് നോക്കാം. ഒന്നാമത്തേതായി പോഷകക്കുറവ് കാരണം മുടി നരച്ചവരാണെങ്കിൽ, ചെറിയ കുട്ടികളിലൊക്കെ പ്രീമച്ചർ ഗ്രേയിങ് ഉണ്ടാവാറുണ്ട്. അവരിൽ അവരുടേതായ സ്ട്രെസ് കാരണമോ അല്ലെങ്കിൽ അവരുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണമോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണമോ ഒക്കെ മുടി നരയ്ക്കാറുണ്ട്. അവരിലും ഇത്തരം ആന്റി ഗ്രേ ഹെയർ സിറംസ് എഫക്റ്റീവ് ആയിട്ട് വരാറുണ്ട്. ഇനി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവരിലും ഗ്രേ ഹെയർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഇത്തരം ആന്റി ഗ്രേ ഹെയർ സിറംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഗ്രേ ഹെയർ റിവേഴ്സ് ആയി തിരിച്ച് ബ്ലാക്ക് കളറിലേക്ക് മാറ്റാനും അതുപോലെ ഹെയർ ഗ്രേയിങ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ആന്റി ഗ്രേ ഹെയർ സിറംസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്നാൽ പാരമ്പര്യം മൂലമുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് ഏജ് ആയതിനു ശേഷം മുടി നരയ്ക്കുന്നവരാണെങ്കിലോ അവരിൽ ഇത് എഫക്റ്റീവ് ആകണം എന്നില്ല. ഇനി കുറച്ച് നല്ല ആന്റി ഗ്രേ ഹെയർ സിറം ബ്രാൻഡ്സ് പരിചയപ്പെടാം. ഇവയെല്ലാം നല്ല ആന്റി ഗ്രേ ഹെയർ ബ്രാൻഡ്സ് ആണ്. ഇവയുടെയൊക്കെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ആന്റി ഗ്രേ ഹെയർ സിറംസ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കൂടെയായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും കോമ്പൗണ്ട്സിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം. വൈറ്റമിൻ ഡി നോക്കണം, വൈറ്റമിൻ B12 നോക്കണം, അയൺ നോക്കണം, കോപ്പർ ഉണ്ടോ നോക്കണം, അതുപോലെ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഇല്ല എന്നും കൂടി ഉറപ്പുവരുത്തണം. ഇതിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള സപ്ലിമെന്റ്സോ ചികിത്സയോ ഒക്കെ തേടുകയും അതിന്റെ കൂടെ ഇതുപോലെയുള്ള ആന്റി ഗ്രേ ഹെയർ സിറംസ് കൂടി ഒരു സപ്പോർട്ടീവ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഗ്രേ ഹെയർ റിവേഴ്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കൂടാതെ ഗ്രേ ഹെയർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റലൈസ് എന്ന ഒരു എൻസൈം ഉണ്ട്. കാറ്റലൈസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. കോപ്പർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക, അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണവും ഉൾപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റലൈസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. കോപ്പർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പംകിൻ സീഡ്, ബദാം, ഇതിലൊക്കെ നല്ല രീതിയിൽ കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഇനി അയൺ അടങ്ങിയ ഭക്ഷണം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അയൺ അടങ്ങിയ, ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ ജീവിതശൈലി കാരണമാണ് നിങ്ങളുടെ മുടി നരച്ചിട്ടുള്ളതെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെ ഒക്കെ കുറവ് കൊണ്ടാണ് നിങ്ങളുടെ മുടി നരച്ചിട്ടുള്ളതെങ്കിലോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാനും സാധിക്കും. അതിന്റെ കൂടെ ഇങ്ങനെയുള്ള ആന്റി ഗ്രേ ഹെയർ സിറംസ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രേ ഹെയർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.
ഈ ആന്റി ഗ്രേ ഹെയർ സിറം എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മുടി നരയ്ക്കാനുള്ള റൂട്ട് കോസ് എന്താണെന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് അതിനു കൂടെയുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അതിന്റെ കൂടെ ഈ ആന്റി ഗ്രേ ഹെയർ സിറംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. പ്രീമച്ചർ ഗ്രേയിങ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഐ ഹോപ്പ് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.